ചെറിയൊരു പെട്ടി പൊട്ടിക്കൽ പരിപാടിയാണ് കേട്ടോ. അതെന്ത് പറഞ്ഞാൽ തുത്തു വന്നപ്പോൾ അതാ മക്കളെ കുറച്ച് ഡ്രസ്സുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അവളൊരു 3-4 മാസം കൂടുമ്പോൾ അവളുടെ അലമാരൊക്കെ ഒന്ന് ക്ലീൻ ആക്കുമ്പോൾ കുറച്ച് നല്ല ഡ്രസ്സുകൾ തന്നെ കേട്ടോ. പക്ഷേ മക്കൾക്ക് ഉള്ളുന്നുണ്ടാവില്ല. അവരിങ്ങനെ വലുതായി വരില്ലേ. അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ഞാൻ അരീക്കോടുക്ക് കുറച്ച് കൊണ്ടുപോകും. അവിടെ അടുത്തൊക്കെ ചെറിയ ഒരു കുറച്ച് അത്രയൊന്നും വലിപ്പമില്ലാത്ത മക്കളുണ്ട്. അവർ നല്ല രീതിയിൽ ഇടും കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഉമ്മയും ഇവിടെ അടുത്ത അയലക്കത്തേക്കൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൾ അങ്ങനെ കൊണ്ടുവരുന്നതാണ് കേട്ടോ. നല്ല ഷർട്ടുകളായിരിക്കും. മക്കൾക്ക് വലിപ്പം കുറഞ്ഞ പ്രശ്നം മാത്രമേ ഉണ്ടാവുള്ളൂ. അവളാണെങ്കിൽ അലക്കി തേച്ച് നല്ല വൃത്തിയായിട്ട് കൊണ്ടുവരും ചെയ്യും കേട്ടോ. അങ്ങനെ കേട് വന്നതൊന്നും ആർക്കും കൊടുക്കാറില്ല. വൃത്തിയുള്ളത് മാത്രമേ കൊടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കി എനിക്ക് കൊണ്ടുപോകാനുള്ളത് വേറെ ഉമ്മാക്ക് കൊടുക്കാനുള്ള വേറെ ആക്കിയതിന് ശേഷം ഞങ്ങളിത് ആ ഡ്രസ്സൊക്കെ മാറ്റാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി വന്നപ്പോൾ ഒരാൾ അങ്ങോട്ട് ഒക്കത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോവാന്ന് മനസ്സിലായപ്പോൾ ഇതാ ഈ ഒക്കത്ത് കയറിയ ആൾ കണ്ടോ. അവനറിയാം ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഞങ്ങളെ കൂടെ പോരാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമുണ്ട്. നല്ല ഉറക്കം വന്നിട്ടുണ്ട് മൂപ്പർക്ക്. എന്നാലും പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ട് എടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ തുത്തുൻ്റെ ബർത്ത്ഡേ ഈ മാസം ലാസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്നാ വരികയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതിന് മുമ്പ് എല്ലാവരും ഒരുമിച്ച് അങ്ങനെ തുത്തുൻ്റെ ഒപ്പം നിന്നിട്ടുള്ള ഫോട്ടോസ് ഓരോരുത്തർ ഇങ്ങനെ എടുക്കണം കേട്ടോ. അപ്പോൾ ഫോട്ടോഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉമ്മതാ മാക്സിയൊക്കെ മാറ്റി നല്ല സുന്ദരിയായി ചുരിദാറൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതാ അവളെ കൂടെ ഒരുമിച്ച് ഇങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കണേ. അപ്പോൾ ഞാനാണ് ഇപ്രാവശ്യം ഞങ്ങളെ ഫോട്ടോ ഒക്കെ എടുത്ത് ക്യാമറയിലാണ് ഇട്ട് എടുക്കുന്നത്. ഇപ്രാവശ്യം ഞാനെൻ്റെ ബർത്ത്ഡേക്ക് നിജും സർപ്രൈസ് ആയിട്ട് കൊടുത്തതായിരുന്നു ഈ ക്യാമറ. അപ്പോൾ അത് അവളിങ്ങനെ പഠിച്ച് വരുന്നേ ഉള്ളൂ. റെഡി ആയിട്ടൊന്നുമില്ല. എന്നാലും നമ്മളെ ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള പഠിപ്പൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഫോട്ടോ ഒക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് ഫോട്ടോ ഒക്കെ അപ്പം തന്നെ അവൾ എഡിറ്റ് ചെയ്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഞാനിവിടെ കാണിക്കുന്നില്ല. അത് നമുക്ക് ബർത്ത്ഡേൻ്റെ അന്ന് പോസ്റ്റ് ചെയ്യണതല്ലേ അതിൻ്റെ ഒരു അതല്ലേ. 6 ഫോട്ടോ എടുത്തെങ്കിലും ഇപ്പാനെ കിട്ടിയില്ല കേട്ടോ. ഇപ്പം നല്ല ഉറക്കമായിരുന്നു. പകന്ന് രാവിലെ ആ ഒരു മുടി കളയൽ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫുഡൊക്കെ കഴിച്ച് വന്ന് നല്ല ക്ഷീണിച്ച് ഉറങ്ങാട്ടോ. ഈ സമയത്ത് ഇപ്പൊക്കെ ഒരു ഉറക്കമുണ്ട്. അപ്പോൾ ഞങ്ങൾ കരുതി ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി പോകാൻ നേരെ പറയാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിന്നതാണ്. അങ്ങനെ എല്ലാവരും ഇതാ ഓരോരോ ഫോട്ടോസ് ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ എന്താ പറയുക നമുക്ക് സ്റ്റോറി സ്റ്റാറ്റസൊക്കെ വെക്കാനായിട്ടുള്ള ഫോട്ടോസുകളാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ നാനി തുത്തുള്ള ഫോട്ടോ എടുത്തത് നുജുമാണ് കേട്ടോ. അവനും ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ എനിക്ക് പിന്നെ അങ്ങനത്തെ ഈ ക്യാമറയിൽ ഫോട്ടോ എടുക്കാൻ അറിയില്ല കേട്ടോ. എന്തായാലും ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഉള്ള അവസ്ഥയല്ല. പെട്ടെന്ന് അങ്ങോട്ട് മഴ പെയ്തിട്ടു. അതും ഒരു 1-1.5 മഴയായിരുന്നു. മഴ പെയ്തപ്പോൾ ഞാൻ വേഗം വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി. തുത്താണ് വേഗം കാറിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടോ. കാരണം മക്കളൊക്കെ കാറിൻ്റെ ഉള്ളിലായിരുന്നു. അപ്പോൾ ഓടി കയറിയത് നന്നായി തോന്നിയിട്ടോ. കാരണം മക്കളവിടെ ഒറ്റയ്ക്ക് ആവണ്ടല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇപ്പാനോട് നല്ല രീതിയിലൊന്നും യാത്ര പറയാനും പറ്റിയില്ല കേട്ടോ. കാറിൻ്റെ ഉള്ളിൽ ഇരുന്ന് കാണ്ടുള്ള യാത്ര പറച്ചിലായിരുന്നു. ഞാൻ വേഗം പിന്നെ ഒരു കുട എടുത്ത് വണ്ടി കയറി ഞങ്ങളിതാ പുറപ്പെടുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ